ഏവർക്കും തായ്ലൻഡ് സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. തായ്ലൻഡിൻ്റെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. എന്താണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ കാഴ്ചകളെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ വലിയൊരു കപ്പലിൻ്റെ ഒരു ഭാഗം തന്നെയുണ്ട്. വലിയൊരു കപ്പൽ ക്രിയേറ്റ് ചെയ്ത് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നു. ചെന്ന് കയറുമ്പോൾ തന്നെ പഴയ കുറേ സാധനങ്ങളൊക്കെ കാണിക്കുന്നത്. ഒരു പഴയ തേര് പോലെ വലിച്ചുകൊണ്ട് പോകുന്ന പഴയ തേരിൻ്റെ ഒരു മ്യൂസിയം പോലെ. പിന്നെ കുറേ പ്രതിമകൾ, പഴയ ആളുകളുടെ അല്ലെങ്കിൽ പണ്ട് ഉപയോഗിച്ച വസ്ത്രങ്ങളും ആയുധങ്ങളൊക്കെ അവർ പോസ്റ്റമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ. ഇതുപോലത്തെ വല്ല പ്രഗത്ഭ ആളുകളാണോ, അത് രാജ്യത്ത് വേറെ വല്ല പ്രമുഖരാണോ എന്ന് അറിയില്ല. അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഏകദേശം അവരുടെ ഭാഷ തന്നെയാണ്. അത് വായിച്ചടിക്കാൻ പറ്റുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ആയുർവേദത്തിൻ്റെ മണം വരുന്നുണ്ട്. നമ്മളിവിടുത്തെ ആയുർവേദം പോലത്തെ ഇവിടുത്തെ ആയുർവേദമാണോ സംശയമുണ്ട് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പെയിൻറ്റിങ് ആണ്. ഇത് രാത്രി തിളങ്ങുന്ന ടൈപ്പിലുള്ള ഫ്ലോറസെൻ്റോ അങ്ങനെ എന്തോ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ പെയിൻറ്റിങ്ങുകളോ ഒന്നുമില്ല. ഭയങ്കര തിളക്കണം. റെഡ്, ഗ്രീൻ കളറുകളിലൊക്കെ ലഭ്യമാണ്.
ഇവിടെ ഒരു മ്യൂസിക് ബാൻഡാണ് തോന്നുന്നു. മ്യൂസിക് ബാൻഡുള്ള സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാപ്പിക്കുരു ആണ് കേട്ടോ. കാപ്പിക്കുരു പൊടിക്കുന്നതും അതിൻ്റെ ചിത്രങ്ങളുമാണ് കാണുന്നത്. ഒറിജിനൽ കാപ്പിയുടെ ഒരു മണം ഉണ്ടല്ലോ, എന്താ മണം. ഈ കാണുന്നത് ഇവിടുത്തെ തോക്കുകൾ, മരം കൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ തോക്കുകൾ, ചെറിയ രീതിയിലുള്ള ഉണ്ടകളൊക്കെ അത്യാവശ്യം പവറിൽ തന്നെ പോകുന്നുണ്ട്. ഒരാളെ കൊല്ലാൻ കഴിയുന്ന പവറൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു പാത്രത്തിൻ്റെ ബലം സൗണ്ട് ഉണ്ടാക്കാനും ഒരു ബലൂൺ പൊട്ടിക്കാനൊക്കെ പവറുള്ള ചെറിയ ചെറിയ തോക്കുകൾ. നല്ല രസമായിട്ടുള്ള ഡിസൈനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫുള്ള് വുഡിലാണ്. അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലോഹം, ബാക്കിയൊക്കെ മരത്തിൽ മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുക. റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ടാണ് അതിൽ തിര വിടുന്നത്. നല്ല വലിയ റബ്ബർ ബാൻഡുകൾ 4, 5 അപ്പോൾ നല്ല പവർ ഉണ്ടല്ലോ, നല്ല ടൈറ്റിൽ വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പവറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇതാ അബ്ബാസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബ്ബാസ് ഇതാ വെള്ളത്തിൽ ആഞ്ഞു കഴിയുന്ന നായകൻ്റെ ഒപ്പം. അപ്പോൾ ഇതാ ഞാൻ പോകുന്നു. നമ്മൾ ആശാന ഇതാ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇതാ റെഡിയാക്കുന്നു, തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ല രസമായിട്ട് യാത്ര തുടരുകയാണ്. ഓക്കെ, ഇതിലൊരു നല്ല രസമുള്ള വായു വെള്ളമൊക്കെ വന്നിട്ട് ഷിപ്പിംഗ് മാർക്കറ്റ് ചില്ലറ സംഭവമൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇത്രയും നല്ല വലിയ വലിപ്പം അല്ലെങ്കിൽ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഇതിൽ മാർക്കറ്റായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഈ ടൂറിസത്തിനെ പിടിക്കാനുള്ളൊരു കൺസെപ്റ്റാണിത്. സോമരിൽ മൊത്തം പിള്ളേർ ചാടി കളിക്കുന്ന ചിത്രങ്ങളൊക്കെ കിടക്കുന്നത്. ഇതൊക്കെ പണ്ടത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഫോട്ടോസാണ്. എന്തായാലും കാഴ്ച ഭയങ്കര മനോഹരമാണ്. പൗരാണികമായിട്ടുള്ള ആധുനികമായിട്ടുള്ള കാഴ്ചകൾ, അതിൻ്റെ സിമ്പിൾ ചെയ്യിക്കാൻ പറ്റിയ ചില ചില എന്താ പറയുക പ്രതിമകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ആധുനികവും പൗരാണികവുമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ കാണാം. അതിൻ്റെ പണ്ടത്തെ കാലത്തേക്ക് ഉള്ള പ്രതിമകൾ കണ്ടു. അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കൾ ഇവിടെ വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ മോഡലിൻ്റെ പുതിയ വേർഷൻ ഇവിടെ കിട്ടും. പിന്നെ റോക്ക്, തിര, പൊട്ട്, ഡാൻസ്, അങ്ങനെ അഡ്ജസ്റ്റ് മാർക്കറ്റിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു നമ്മുടെ ടൂറിസത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. ആ ടൂറിസത്തിലാണ് ഇതിൻ്റെ അവരെ കണ്ടുന്നുണ്ട്. അതിൻ്റെ പൈസ എങ്ങനെയൊക്കെ മേടിച്ചെടുക്കാം എന്നുള്ളതാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ്.
അവിടുത്തെ മാർക്കറ്റ് രീതി, അവിടുത്തെ ടൂറിസത്തിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അവിടെ നിന്ന് വരുന്ന അതിഥികളിൽ നിന്ന് എത്രത്തോളം പൈസ അവർക്ക് ലഭിക്കാം, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് അവർ പ്ലാൻ ചെയ്യും. ഇത് നമ്മളെ അവിടുത്തെ വൈക്കോൽ കൂന പോലത്തെ ഒരു സാധനം കേട്ടാ. വലിയ പെയിൻറ്റിങ്ങൊക്കെ ഉണ്ട് ആ വീടിൻ്റെ മുന്നിൽ. ഒരു തായ്ലൻഡ് ഡാൻസ് ആണ് ഇത്. തായ്ലൻഡുകാരുടെ അവരുടേതായ ഒരു പ്രത്യേക കളിയാണ്. ഇതിനെന്തെങ്കിലും പേരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ജീവിതത്തിൽ കൂടി ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലുള്ള കാഴ്ചകളായിരിക്കും. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരു ടൂറിസം ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വരുന്ന അതിഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്, വസ്ത്രങ്ങൾ, പിന്നെ ഇവിടെ നാട്ടിൽ തായ്ലൻഡിൽ മാത്രം കിട്ടാവുന്ന ചില വിത്തുകൾ, ചില കോസ്റ്റ്യൂംസ്, ഡിസൈൻസ്, പിന്നെ കുറേ വ്യത്യസ്തമായ സാധനങ്ങൾ വരുന്ന അതിഥികളിൽ നിന്ന് അവരുടെ പൈസ നമ്മുടെ
നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് ഈ മാർക്കറ്റിലുള്ളത്. അതിൻ്റെ ഒരു കാഴ്ചയാണ്. ഇരുപത് മതിയാണ്. Squeak barbecue. I will mix ഇവർക്ക് ഒരാളെ എത്തിട്ട് പറഞ്ഞു. നൈറ്റിലാണ് ഈ ഡ്രസ്സുകളൊക്കെ കൂടുതൽ മനോഹരം എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ഫുള്ള് ഷൈനിങ് ആണ്. ഇത് നൈറ്റിൽ തിളങ്ങിക്കൊണ്ടിരിക്കും ഇതിൻ്റെ കണ്ണും മൂക്കൊക്കെ. ഭയങ്കര രസമായിട്ടുള്ള ഡ്രസ്സുകളാണ്. നല്ല വില ഉണ്ട്. ഏകദേശം 600 ബാത്ത് 400 ബാത്ത് ഏകദേശം 1000-1200 ആ റേറ്റൊക്കെ. അങ്ങനെ വിചാരിക്കാതെ ചെന്ന് ചാടിയത് 2 സിംഹത്തിൻ്റെ മടയിലാണ്. 2 അല്ല 3-4 സിംഹങ്ങളുണ്ടായിരുന്നു. ഇവന്മാരെന്തോ ഇവിടെ വരുന്ന ആളുകളുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്യാണ് ഇൻഫർമേഷൻസ്. എന്താ പറയുക, ഡാറ്റാ ബാങ്ക് തയ്യാറാക്കിയിട്ട് വന്നിരിക്കുകയാണ്. ഇവന്മാർക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്കറിയില്ല. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷോ ഹിന്ദിയോ തായ്ലൻഡോ എന്തൊക്കെയോ ഭാഷ പറഞ്ഞ് കാര്യങ്ങൾ സംസാരിക്കും. ഇത് ഞങ്ങൾ ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിക്കലാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും അറിയില്ല, എനിക്കറിയില്ല. ഇംഗ്ലീഷ് രണ്ടും കൂടി പഠിച്ചോളൂ. ഞാൻ പറയും ക്വസ്റ്റ്യൻ. Okay. Where are you from? I am from India. How long have you been in Thailand? It's 2 days only. What do you think of Pattaya? Pattaya. I not I just enter the scenes today morning. What do you like in Pattaya? And I will visiting the one place only. It's tiger and two. Yes. Thank you. Okay. You are YouTuber? Yeah. ഇപ്പോൾ ഞങ്ങൾ പിള്ളേരെ കൂടി സംസാരിച്ച് അവർ കുറേ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനോട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ആൾ ചോദിക്കുന്നുണ്ട്. കുറേയൊക്കെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇത് മറ്റേ യൂട്യൂബിൽ തെറ്റിട്ട് വൈറലാക്കി. എന്തായാലും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരുപാട് നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇതിൽ വലിയ കാഴ്ചകൾ കണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. മനോഹരമായി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഭക്ഷണം, ഒരുപാട് വ്യത്യസ്ത രുചികൾ ഇവിടെ അറിയാൻ പറ്റും. നമ്മളവിടെ നാട്ടിൽ കാണുന്ന മീനിൻ്റെ ഒക്കെ വലിയ മീനുകൾ ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ അയക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണോ ഇനി ഇവിടെ തന്നെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് ആർക്കറിയാം. ടൂറിസ്റ്റിന് വേണ്ട അല്ലെങ്കിൽ ആ ടൂറിസ്റ്റ് ഏരിയയുടെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഒരു ദിവസം തന്നെ ചിലവാക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ട് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ ഇവിടെ തന്നെ കറങ്ങി നടക്കാൻ കാഴ്ചകളുണ്ട്. തായ്ലാൻഡിൻ്റെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇനി അടുത്തൊരു കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.